വാസ്തവത്തിൽ വീഴ്ചയായിട്ട് ഇപ്പോൾ അയോധ്യ സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പ്രധാന സംഭവം തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ വളരെയധികം അസംഘടിതരാണ്. ഇന്ത്യ മുന്നണിയാണെന്നൊക്കെ മഞ്ജുഷ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, പശ്ചിമ ബംഗാളിലും സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കേരളം ഒഴികെ മറ്റെവിടെയാണ് കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞത്? തമിഴ്നാട്ടിൽ പോലും DMK മുന്നണി പരാജയപ്പെട്ട മുന്നണിയിൽ നിന്ന് ചാടിയ 4-5 പേര് ഈ വിജയ് ജോസഫിന്റെ കൂടെ പോയി ഭരണത്തിന്റെ ഭാഗമായി എന്നല്ലാതെ ആകെ എല്ലായിടും സമ്പൂർണ്ണ പരാജയമാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ ദുർബലപ്പെട്ടിരിക്കുന്നു. TMC അപ്രത്യക്ഷമായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമേ ഇല്ലാത്തൊരു സ്ഥിതിയിൽ അവിടുത്തെ ഏറ്റവും നിർണായകമായ വിജയം നേടിയത് BJPക്ക് ഒരുപാട് നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും മാനങ്ങളുണ്ട്. പ്രാദേശിക പാർട്ടികൾ അപ്രസക്തമാകുന്നു. ദേശീയ പാർട്ടിയായ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിന്റെ നേതൃത്വം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഭരണ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആലോചിക്കുന്ന പഴയ കാലത്ത് ഞങ്ങളൊക്കെ അരനൂറ്റാണ്ട് മുമ്പ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ദുർബലതയും ശക്തിയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പ്രതിപക്ഷ നേതാവിനും, അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ശക്തിയും ദുർബലതയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രധാനമന്ത്രിക്കുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുല്യ സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ചർച്ചകളും പൊതുസമൂഹത്തിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനെ സംഘടിപ്പിക്കാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെ പ്രതിപക്ഷ നേതാവും നേതൃത്വവും ആവശ്യമാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അസംഘടിതരാണ്. പല തട്ടുകളിലായി പോയിരിക്കും. ആശയപരമായ യോജിപ്പില്ല. ആശയപരമായ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഗവൺമെന്റിന്റെ ചെയ്തികൾ ചോദ്യം ചെയ്യാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണം. അതിന്റെ നേതൃത്വവും ശക്തമാകണം. നേതാവും സ്ഥലത്ത് വേണം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം പലപ്പോഴും ഇതിനു മുമ്പും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് എവിടെ പോകുന്നു എന്നുള്ളത് സ്വന്തം പാർട്ടിയിലെ ആൾക്കാർക്കെങ്കിലും അറിയണമല്ലോ. അതുപോരാ, തീർച്ചയായിട്ടും പൊതുസമൂഹം തന്നെ അറിയണം. അങ്ങനെ അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മൊറേലിനെ, ആത്മവീര്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടിയാണ്. അത് മാത്രമല്ല, ഇന്ന് ഈ